ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ചെക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന സ്ഥലമാണ് കപ്പഡോസിയ. അത് ആരുടെ ഫേവറേറ്റ് സ്ഥലമാണ്? What is special there? So there in hot air balloon. Hot air balloon. Dada, what does BMW stands for? Boy and woman. നല്ല രസമുള്ള എയർപോർട്ട് അല്ലേ? നമ്മളപ്പോൾ കഴിഞ്ഞിട്ട് അടുത്ത എവിടേക്കാണ് പോകുന്നത്? കപ്പഡോഷ്യ. പക്ഷെ അതിൻ്റെ ഫ്ലൈറ്റ് കൈസേരി. നമ്മൾ കൈസേരി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരു എവിടേക്കാ പോണേ? ആരുട്ടൻ ഇത് പറയണേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടയ്ക്ക് ആരുട്ടന് മോശമായിട്ട് കയറുമ്പോൾ ഇതേപോലത്തെ പണിയൊക്കെ തരും അല്ലേ ആരുട്ട? ഇപ്പം നമ്മൾ കേസേരി എയർപോർട്ടിലെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഉണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. നമ്മളെ പിക്ക് ചെയ്യാനൊക്കെ ക്യാബൊക്കെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഏത് സ്നോ കാണണം? ഇവിടെ സ്നോ ഇല്ല കാണാൻ. മില്ലണേറാണോ കൊച്ച്? അതിൽ കുറഞ്ഞ കഥയില്ല. ഹോട്ടൽ കണ്ടുപിടിച്ച് നിങ്ങൾ ഹോട്ടൽ ബലൂണിൽ കയറാൻ പറ്റില്ലെങ്കിൽ എന്നെ കൊല്ലും. നമ്മൾ ഇത്രയും ദിവസം ഇസ്താംബൂളിലെ തിരക്ക് പിടിച്ച ജീവിതവും സിറ്റി ലൈഫും അല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തീർത്തും വേറെ ഏതോ ഒരു വേൾഡിൽ വന്ന് ഇറങ്ങിയൊരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ശാന്തമായിട്ട് ഒരു തരി സൗണ്ട് കേൾക്കാനില്ല വണ്ടികളുടെ ആയാലും. ആകെ കേൾക്കുന്നത് കിളികളുടെയും പൂച്ചകളുടെയും ഒക്കെ സൗണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾ കേവിൽ പോവാ? കപ്പഡോഷ്യയിൽ ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് കേവ് ഹൗസിലാണ് കേട്ടോ. പ്രകൃതിദത്തമായ പാറയുടെ ഉള്ളിൽ അവർ തുരന്ന് വീടുണ്ടാക്കിയേക്കണാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടാ. ഒരു പ്രദേശത്ത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുക, അതിൽ നിന്ന് വന്ന ലാവയും ആഷസും തണുത്തുറഞ്ഞ് കാലാന്തരങ്ങളെടുത്ത് മഴയും കാറ്റും കൊണ്ട് രൂപമാറ്റം സംഭവിക്കുക, പുറമേയുള്ള പാളികളൊക്കെ നല്ല ഹാർഡായ പാറകളും പിന്നെ അകത്തുള്ള സോഫ്റ്റായ പാറകളുമായിട്ട് മാറുക, ഇതേ രൂപങ്ങളിലൊക്കെ മാറുക അല്ലേ? അപ്പം ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കേവ് ഹൗസിൻ്റെ ഉൾവശം. ശരിക്കും പുതുമഴയൊക്കെ പെയ്യുന്ന സമയത്ത് മണ്ണിൻ്റെ മണമൊക്കെ ഇല്ലേ, അങ്ങനത്തേക്ക് ഒരു മണം തന്നെയായിരുന്നു കേട്ടോ ഈ വീടിൻ്റെ അകവശം. എല്ലാ സൗകര്യവും അതിനുള്ളിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള റൂമുകളുടെ സൈഡാണ് കേട്ടോ ഈ കാണുന്നത്. തുർക്കിയിൽ വന്നിട്ട് ശരിക്കും അവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്തു കേട്ടോ. ഇസ്താംബുളിൽ വന്നിട്ട് ഫുഡ് എങ്ങനെയുണ്ട്? 8 star. Why you are not giving 8, 9 and 10? I give you 10 out of 10. Nice food. ചീസൊക്കെയാണ് കഴിക്കുന്നത് ഇവിടെ. ഞങ്ങളിപ്പോൾ വന്നിട്ട് കബാബ്സ് ആണ് ഓർഡർ ചെയ്തത്. ഇൻഫിനിറ്റ് കഴിച്ചാ? ഇവിടെ എത്ര എണ്ണം കഴിക്കുന്നുണ്ട്? ഇവിടെ വന്നിട്ട് പുള്ളി ചീസ് തന്നെയാണ് കഴിച്ചത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ദാക്കുബൂസ് അവിടെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ വലിയ നല്ല ഫുഡാണ് ഇവിടുത്തെ. ഒരു നല്ലൊരു പരിവായിട്ട് ആരുടെ ചീസ് മൂടാണ്ടാ. ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചീസാണ്. ഞാൻ ചീസ് ലവർ. ജ്യൂസി മോസറല്ല, വെരി ഹോട്ട്. ഒരു റെസ്റ്റ് കൊടുക്കാൻ
ഇത് തണുപ്പാണ്. തണുപ്പായ കാരണം ബ്ലാങ്കറ്റ് ഇട്ട് മൂടി വെച്ചേക്കണം. ഇത് നോക്കിയാൽ നല്ലൊരു വെറൈറ്റി ഫുഡാണ് കേട്ടോ. ആ മഡ്കയിൽ അവർ കുക്കൊക്കെ ചെയ്ത് ഇതുപോലെ വാമായിട്ടുള്ളൊരു അയൺ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ. So much video and that's ഞങ്ങൾക്ക് 60,000 like it. 60,000 നോർമൽ എങ്ങനെയല്ല 60,700 ഓടല്ലേ. അപ്പം നാളത്തെ ലോങ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു വിശ്രമം. ഗുഡ് നൈറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ലോങ് ഡേ ആണ്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഉച്ചിസാർ കോട്ട, ഗൊരോമെ ഓപ്പൺ എയർ മ്യൂസിയം, ഇമാജിനറി വാലി, പിന്നെ ഫെയറി ചിമ്മിനീസ്. ഇത് മിസ്റ്റർ ഒസായ്, ഇന്നത്തെയും നാളത്തെയും നമ്മുടെ ടൂർ ഗൈഡ്. ഹി ഈസ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ. If you're looking at the Turkish map, there is no name called Cappadocia. You couldn't find anything. If you're looking at Turkey is in two continents, in Asia and in Europe. Asian side of Turkey we call Anatolia. In the middle of Anatolia, there's a one river, we call Red River. Red River started in the middle of Turkey, made the half circle, ended up the Black Sea. There was a civilization around that place. We call them Hittite. When the Hittite civilization was located around that area, there was another civilization in Iran. We call them Persians. Not trading, but it's a minding, yeah. Minding. They want to take the gold, but they couldn't take the gold. Why they couldn't take the gold? Everything was underground. It's hidden underground, and they couldn't take the gold. Yeah. We will mine it. Yeah. They couldn't take it, but they take one thing we call Ferraris. Today Ferrari is that time can be what? Horses. They took the horses. The black horse. Yeah. They took the horses and they called the area Kappadocia. By the year changes, Cappadocia. Cappadocia became Cappadocia. The meaning is the land of beautiful wild horses. Welcome to the land of beautiful wild horses. കപ്പഡോഷ്യ ഉണ്ടായ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഉച്ചിസാർ കവാടത്തിലെത്തി. യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഇത് ഏറ്റവും ഉയർന്ന സ്ഥലമായതിൻ്റെ പേരിൽ ഇവിടുത്തെ പൊത്തുകളിലും ഗുഹകളിലൊക്കെ ഒളിച്ചിരുന്നിട്ടാണ് അപായ സൂചനകളൊക്കെ എല്ലാവർക്കും കൊടുത്തിരുന്നത്. എനിക്ക് ഒരുപാട് ഹിസ്റ്ററി ഒന്നും ഇതേക്കുറിച്ച് പറയാൻ അറിയില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ വൈവിധ്യമാർന്ന നിറങ്ങളും ഈ ഭൂപ്രദേശമാണ് കേട്ടോ. Picture all together in front of the sign. So അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഗൊരേമെ ഓപ്പൺ എയർ മ്യൂസിയത്തിലേക്കായിരുന്നു കേട്ടോ. മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ചെയ്ത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ഏരിയ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇത് ഓപ്പൺ എയർ ആണ്. ഒത്തിരി ഏരിയകൾ നമുക്ക് കാണാനുണ്ട്. യുനെസ്കോൻ്റെ സംരക്ഷണ പട്ടികയിൽ വരുന്ന ഏരിയാസാണ് ഇതൊക്കെ കേട്ടോ. നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത് 6ഉം 10ഉം നൂറ്റാണ്ടുകളിൽ ക്രിസ്തു മത പരിവർത്തന സമയത്ത് ഒത്തിരി പ്രൊഫറ്റുകൾ അല്ലെങ്കിൽ നണ്ണുകൾ വന്ന് താമസിച്ചിരുന്ന ആശ്രമങ്ങളും അല്ലെങ്കിൽ പള്ളികളുമാണ് ഇതിനകത്ത്. അതുപോലെ ക്രിസ്തുമതം സ്വീകരിക്കാനായിട്ട് വന്നിരുന്നവരും കുട്ടികളും ഇത് പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന അറകളും പിന്നെ ഒരുപാട് പേര് ഇവിടെ ഒന്നിച്ച് താമസിച്ചിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ആക്രമിക്കാനായിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് ഒളിച്ചിരിക്കാനുള്ള സ്ഥലവും അല്ലെങ്കിൽ പ്രത്യേകമായ വാതിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വാതിലുകൾ ചില ആൾക്കാർക്ക് മാത്രം അത് മനസ്സിലാവുള്ളൂ. ഒരു കീയുടെ ഷേപ്പിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി വൈവിധ്യമാർന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ചില സ്ഥലങ്ങളിലേക്കൊന്നും ക്യാമറ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഇതുപോലെ കയറിയപ്പോൾ ഒത്തിരി ബൈബിൾ വചനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തീയപരമായ ഒത്തിരി വചനങ്ങൾ ചിഹ്നങ്ങൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നത് നാച്ചുറൽ കളറുകൾ കൊണ്ടാണ്. സാഫ്രോണും ഒനിയൻ്റെ സ്കിന്നിൻ്റെ കളറുകൾ കൊണ്ടും മഞ്ഞൾ കൊണ്ടും ഒക്കെയാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. വീഡിയോഗ്രാഫി ഒന്നും അലൗ ചെയ്തില്ല. ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് വന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്കെൽറ്റണൊക്കെ കിടക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അവരവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സ്കൂളുകളും പിന്നെ ഒത്തിരി ചർച്ചും പ്രെയർ റൂമുകളും അല്ലെങ്കിൽ ഇവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ
ഞങ്ങൾ ഇവിടുത്തെ കംപ്ലീറ്റ് ആയി എന്ന് വെച്ചാൽ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി. ഇത് ഓപ്പൺ മ്യൂസിയത്തിലാണ് ഞങ്ങൾ ഉണ്ടാവും. ഇതുപോലുള്ള ഒത്തിരി സ്ഥലങ്ങൾ, ഹൈഡ് ഔട്ടുകൾ ഉണ്ടാവും. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ കയറി ഒരു ചായയൊക്കെ കുടിച്ച്, പിന്നെ അവിടെ ഒരു ഓട്സ് മിൽക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ട്രൈ ചെയ്തു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ. ഇതൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ടൂറിസ്റ്റിക് അട്രാക്ഷൻ പ്ലേസസ് ആണ് കേട്ടോ. ഈ ലവ് ലാൻഡ് അല്ലെങ്കിൽ വിഷ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നേ പോയി. പോലെയുള്ള കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തൊക്കെ തരും അവർ. സാധാരണ നമ്മളിവിടെ വരുന്ന ദിവസം ഇവിടെ ഹോട്ട് എയർ ബലൂണും കൂടെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് മഴയായ കാരണം നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഐറ്റിനറിയിലും ഇന്നായിരുന്നു ഹോട്ട് എയർ ബലൂൺ ഉണ്ടായിരുന്നത്. മഴ കാരണം കൊണ്ട് നാളത്തേക്ക് മാറ്റി. നാളെ മഴ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഒരു ലവ് വിട്ടത് എല്ലാവരുടെയും ഉണ്ടത്. നിങ്ങളിത് നിങ്ങളൊരു ഒരു മിനിറ്റ് കാണിച്ചു തന്നോടി. സ്മൈലി 6 എഴുതൂടാ. Anything you like, what you like, star or something you can write. കണ്ടന്റ് ക്രിയേറ്റർ കാണണം അത്. It's a luck tree, wish tree. അപ്പം നമ്മൾ അവിടെ വിഷ് ട്രീയിൽ അങ്ങനെ കുറച്ച് പേരും ഒക്കെ എഴുതിയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തുർക്കിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാത്രങ്ങൾ, സെറാമിക് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നമുക്ക് വലിയ വില ഒന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ ഭയങ്കര പ്രൈസാണ് കേട്ടോ. ഓവർ പ്രൈസ്ഡാണെന്ന് എനിക്കറിയത്തില്ല. ഓൾമോസ്റ്റ് ഇതിനൊക്കെ ഒരു 30,000 40,000 എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. Okay, he's okay with it. Center. Üstünü şey yaptı. Oynamışız. Okay, look at his hands. Like this. With your both hands. With your hands. Tomorrow morning 6 a.m. Join. 6 a.m. to 3 p.m. Yes. നമ്മളിപ്പോൾ കാണാൻ പോണതാണ് ഫെയറി ചിമ്മിനീസ്. Hello. How are you? What is this place? Are you happy? Fairy's chimney. Okay. To meet Peter Pan and Timberpan. Okay. I had a talk. Okay. Okay. See, ആ ചിമ്മിണികളിലാണ് അവർ താമസിച്ചിരുന്നത്. ഞങ്ങളിപ്പോൾ പോണത് ഫെയറീസ് ചിമ്മിണിയിലേക്കാണ്. ഇറ്റ്സ് എന്താ പറയാ, ഇവരുടെ ഒരു വിശ്വാസം വരുന്ന അത് ഫെയറീസ് ചിമ്മിനി, അതിൽ ഫെയറീസ് ഉണ്ട് എന്ന്. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളെ ഗൈഡ് പറയാണ് അവർ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് വിശ്വസിച്ചിരുന്ന കഥകളാണ്. അവർ വന്ന് നോക്കാറുണ്ട് ഇടയ്ക്കെങ്കിലും ഫെയറീസിനെ കാണാൻ പറ്റുമെന്ന്. സോ ഇറ്റ്സ് ഫെയറി. അവർ പറഞ്ഞിരുന്ന ആ നിയമങ്ങളിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണം, ഹാപ്പിനെസ്സിന് ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ബട്ട് അവർ പറയുന്ന ആ ഒരു റൂള് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് ജീവിച്ചിരുന്നിടത്തോളം കാലം ദേ വേർ ഫെയറീസ്. പക്ഷേ ദ മൊമെന്റ് ദേ ബ്രേക്ക് ദ റൂൾ ഫെയറി ഡിസപ്പിയേർഡ്, മാജിക് ഡിസപ്പിയേർഡ്. അപ്പോൾ അതിൻ്റെ സ്ഥലമാണ് നമ്മൾ ഈ കാണാൻ പോണത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും വീടുകൾ പോലെ തന്നെ ഇല്ലേ, കുടിലുകൾ കെട്ടി താമസിക്കുന്ന പോലെ. ശരിക്കും വീടിൻ്റെ ഷേപ്പല്ലേ അല്ലേ കാണാനായിട്ട്. ചിലപ്പോൾ ഇവിടെ ഫെയറികൾ താമസിച്ചിരുന്നായിരിക്കും. ശരിക്കും നമ്മൾ കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു പിക്ചറുകളൊക്കെ പോലെ തോന്നുന്നില്ല ഇത് കാണുമ്പോൾ.
ആ കല്ലവിടെ വെക്കി, കല്ലൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഗൈഡ് പറഞ്ഞ സ്റ്റോറിയൊക്കെ ആരുട്ടൻ സീരിയസ് ആയി എടുത്തെന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ കല്ലൊക്കെ എടുത്തോണ്ട് വരുമായിരുന്നു. ട്രഷർ ഉണ്ട്, അത് നമുക്ക് പൊളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇമാജിനറി വാലിയിലേക്കാണ്. അവിടെ ഓരോ പാറക്കെട്ടുകൾക്കും പല പല രൂപങ്ങളാണ്. നമുക്ക് ഓരോ ഇമാജിനേഷൻ നമുക്ക് കൊടുക്കാം. I can see some frog. One snake. I can see a horse head. ഇത് മറ്റേ ഇത് ടെമ്പിളിന്റെ temple run. Peacock. Camel, see camel. Nice, yeah. Imagination Valley. വണ്ടിന്റെ ബാക്കിലാ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഫുഡാണ്. നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ ഫുഡ് നല്ല വെറൈറ്റി ഫുഡ്സ് ആണ് കേട്ടോ നമുക്ക് അവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ പോയത് മഷ്റൂം വാലിയിലേക്കാണ്. ഈ മഷ്റൂം വാലിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രാൻഡ് പാരൻസും കുട്ടികളും അടങ്ങുന്നൊരു ഫാമിലി പോലെയാണ് ആ വാലി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞ് കപ്പിൾ പോയിട്ട് ഫാമിലി വലുതാവാൻ വേണ്ടിയിട്ട് സ്റ്റോണൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ പറഞ്ഞു തന്നത്. മിസ്റ്റർ ഒസൈൻ നമുക്കിതെല്ലാം കുറിച്ച് പറഞ്ഞു തന്നോട്ടോ. ആ ഹാർഡായ പാറക്കഷ്ണങ്ങളും അതിനുള്ളിലുള്ള ഷേപ്പും ഇതൊക്കെ മഴ കൊണ്ട് ഇങ്ങനെ ആയതും ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ടൂറ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും കപ്പഡോഷ്യയിലെ ഫസ്റ്റ് ഡേ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.